അസ്സലാമു അലൈക്കും. ഇന്നത്തെ മൈമുൻസ് കിച്ചൺ റെസിപ്പി ഇറച്ചിച്ചോറാണ്. ബീഫ് വെച്ചാണ് ഞാൻ ഇറച്ചിച്ചോറ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ വെച്ചുകൊണ്ട് ഇറച്ചിച്ചോറ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബീഫിൻ്റെ കറി തയ്യാറാക്കണം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീഫാണിത്. അതിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ചേരുവകളും വരേണ്ടത്. അപ്പോൾ 1.5 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചത്, അതിൻ്റെ കൂടെ ഒരു 4 സവാള, 4 തക്കാളി അരിഞ്ഞത്, പിന്നെ വേണ്ടത് 15ഓളം പച്ചമുളക്, എരിവിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. പച്ചമുളക് മിക്സിയിൽ ചതച്ചതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം. ഇനി കഴുകി വൃത്തിയാക്കിയ ബീഫിലോട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് വെക്കണം. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അരിഞ്ഞു വെച്ച സവാള ഇട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ആദ്യം കറിയാണിത് തയ്യാറാക്കുന്നത്. നമുക്ക് ഇറച്ചിച്ചോറിന് 1.5 കിലോ ബീഫിന് ഞാനെടുത്തിരിക്കുന്നത് 2.5 ഗ്ലാസ് അരിയാണ്. അപ്പം അതിന് കണക്കായിട്ടുള്ള വെള്ളമടക്കം ഈ കറിയിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കണം. ഇതിനിടയ്ക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായി വഴന്ന് വന്നാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായി മിക്സ് ആക്കിയ ശേഷം നേരത്തെ മസാല പുരട്ടി വെച്ച ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സാക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 പിടി മല്ലിയില, കറിവേപ്പില, പുതിനയില എന്നിവ അരിഞ്ഞതും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2.5 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 ഗ്ലാസ് വെള്ളം ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ബാക്കി വെള്ളം അരി വേവിക്കുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇത് അടച്ച് വെച്ച് ഒരു 3-4 വിസിലിന് ബീഫ് വേവിച്ചെടുക്കാം. അതിനുശേഷം വെള്ളവും ബീഫും നമുക്ക് മാറ്റി വെക്കണം. ഇത് ചോറ് വേവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം മാറ്റി വെക്കുന്നത്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. അതിനായി 2.5 ഗ്ലാസ് അരി, ഷാഹി ജീര, ചെറിയ ജീരകം, ഒരു ചെറിയ സവാള അരിഞ്ഞത്, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, പിന്നെ വേണ്ടത് ഒരു ബിരിയാണി ലീഫുണ്ട് വേറെ തന്നെ. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ഈ പറഞ്ഞ എല്ലാം ഓരോന്നായി ഇട്ട് കൊടുക്കാം. ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ജീരകം, സവാള എന്നിവ ഇട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് എന്നിവ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിൽ ചേർത്തിട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ആക്കിയ ശേഷം ബീഫിൽ നിന്നും മാറ്റിവെച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയിൽ നിന്നൊക്കെ വെള്ളം നമ്മൾ കറിയിൽ നേരത്തെ ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അളവ് നോക്കിയതിന് ശേഷം മാത്രമേ ബാക്കി വെള്ളം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഉപ്പും അതുപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി അരിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിതിൽ ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം തിളച്ച് വന്നാൽ ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുത്ത് കഴുകി വെള്ളം വാർത്ത് വെച്ച അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരി നന്നായി മിക്സാക്കി മുകളിൽ മല്ലിയില, കറിവേപ്പില, പുതിനയില എന്നിവ ചേർത്ത് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെക്കണം. അതിനുശേഷം നേരത്തെ നമ്മൾ മാറ്റിവെച്ച ബീഫ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയ ശേഷം വീണ്ടും മൂടി വെച്ചൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ വെള്ളം ആറുന്നത് വരെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. 10-15 മിനിറ്റിന് ശേഷം വെള്ളം നന്നായി വറ്റി വന്നാൽ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമ്മളത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ഇറച്ചിച്ചോറ് ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.